ഇനി നമുക്ക് ഒന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകാം. അവിടെ എത്തുന്ന ആളുകൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. മനീഷ് മഹിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കിഴക്കേക്കോട്ടയിൽ നിന്ന്. മനീഷ് മഹിപാൽ, വെരി ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ. എന്താണ് കിഴക്കേക്കോട്ടയിലെ അവസ്ഥ? സാധാരണ ജില്ലയിലെ ചെറിയ ഭാഗങ്ങളിലേക്കൊക്കെ പണിക്കൊക്കെ പോകുന്നവർ രാവിലെ ഈ സമയമാകുമ്പോഴേക്കും കിഴക്കേക്കോട്ടയിൽ ബസ് കാത്ത് നിൽക്കേണ്ട സമയമാണ്. ഇന്ന് പക്ഷേ അങ്ങനെ പണിക്കൊന്നും പോകുന്നവരൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പത്മനാഭനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ മനീഷ് മഹിപാൽ? ഡോക്ടർ അരുൺ, നിലവിൽ തലസ്ഥാന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പുത്തരിക്കണ്ട മൈതാനം. ഒപ്പം തന്നെ പഴവങ്ങാടി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം. ഒപ്പം തന്നെ ഒരുപാട് പേർ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ജോലിക്ക് പോകാൻ വേണ്ടി എത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ബസ് സർവീസ്, ജില്ലയ്ക്ക് പുറത്തേക്കും അകത്തേക്കും തന്നെ ഏറ്റവും കൂടുതൽ KSRTC സർവീസ് നടത്തുന്ന ബസ് സ്റ്റാൻഡാണ് നിലവിൽ കാണുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ കൂടെ ഒരു ചെറിയ വാഹനത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ തിരക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴത്തെ ഈ സമയത്ത് ഒരു KSRTC ബസ്സോ ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഈ കാണുന്ന അതിനപ്പുറത്തേക്ക്, ഗ്രില്ലിന് അപ്പുറത്തേക്കുള്ള റോഡ് ഭാഗത്തുകൂടിയാണ് പലപ്പോഴും സ്വകാര്യ ബസ്സുകൾ കടന്നു പോകാറില്ല. അങ്ങനെ സ്വകാര്യ ബസ്സുകൾ നിരത്തിലില്ല, സ്വകാര്യ വാഹനങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ അയ്യപ്പ ഭക്തർ, തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ നിലവിൽ ഈ രണ്ട് ക്ഷേത്രം, പഴവങ്ങാടി ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വന്നു പോകുന്നവരുണ്ട്. അത്തരത്തിൽ തീർത്ഥാടകരൊന്നും തടയുന്ന ഒരു കാഴ്ചയും ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ തീർത്ഥാടകരുണ്ട്. ഒപ്പം തന്നെ പണിക്ക് പോകാൻ വേണ്ടി സാധാരണ മലയാളികളായ ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുള്ളതാണ്. പക്ഷേ അവരിന്ന് എത്തിയിട്ടില്ല. പകരം ഇതര സംസ്ഥാന തൊഴിലാളികൾ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവരങ്ങനെ ഏതെങ്കിലും വാഹനത്തിൽ കയറി പോകുന്നതല്ല. ഇവരിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ ആവശ്യമുള്ള ആളുകൾ ഏതെങ്കിലും വാഹനം കൊണ്ടുവന്ന് ഇവരോട് സംസാരിച്ച് ഏത് തരത്തിലുള്ള പണി ചെയ്യുന്നവരാണെന്ന് ചോദിച്ച് അങ്ങനെ ആവശ്യക്കാർ ഇവരെ കയറ്റിക്കൊണ്ട് പോകുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെ ആരെങ്കിലും ഇവരെ കയറ്റിക്കൊണ്ട് പോകുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോഴത്തെ ഇവിടെ ഒരു പ്രായമായ ചേട്ടൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് ബസ് കിട്ടാതെ ഇങ്ങനെ ഇരിക്കണം. നെടുമങ്ങാട് പോയാൽ എൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്താം. പണിമുടക്കാണെന്ന് അറിയത്തില്ലായിരുന്നു? അറിയാമായിരുന്നു, AITCയുടെ പണിമുടക്കാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ വണ്ടിയെല്ലാം ഓടുന്നുണ്ടായിരുന്നു. തമ്പാനൂരിൽ വണ്ടിയെല്ലാം ഓടുന്നുണ്ടായിരുന്നു. ഈ കൈയെല്ലാം ഒടിഞ്ഞതാ, നഷ്ടലിൽ കമ്പിയിട്ടിരിക്കുന്നതാ. ഇവിടെ താമസിക്കുന്നു? ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റൂമിൽ കൂടെ താമസിക്കും. വേറെ ഏതെങ്കിലും ഒരു വണ്ടി വരും, സഹായിക്കാനായിട്ടുള്ള വണ്ടി വരും, ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരേണ്ട വണ്ടി വരുമായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്താണെങ്കിലും അങ്ങനെ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. നേരത്തേക്ക് തന്നെ ഇത്തരം വാഹനങ്ങൾ ഉണ്ട് എന്ന കണക്കുകൂട്ടൽ ഇവിടെ എത്തിയ ആളുകളുണ്ട്. അവർക്ക് പോകാനുള്ള എന്തെങ്കിലും ഗതാഗത ക്രമീകരണ സാധാരണ രീതിയിൽ ആളുകൾ മറ്റാളുകളെ തന്നെ ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഈ കിഴക്കേക്കോട്ടയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഇതാണ്. അങ്ങ് വലിയ തിരക്കുള്ള നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഒഴിഞ്ഞു കിടക്കുന്നു. അങ്ങനെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടോ ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകളോ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട. താങ്ക് യു മനീഷ് മഹിപാൽ. നിരത്തിൽ ആളുകൾ കുറവാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തമ്പാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. അവിടെ കൃത്യമായ ഇടവേളകളിൽ പോലീസ് സൗജന്യ യാത്രാ സേവനം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് ആളുകൾ വലഞ്ഞിരിപ്പുണ്ടോ എന്ന് ചോദിച്ച സംശയമുണ്ട്. ഇപ്പോൾ ആ റോഡിൽ ഇരിക്കുന്നവർക്കൊപ്പം അരുൺ സോളമൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വേണമെങ്കിൽ അവരെ കാണാവുന്നതാണ്. നമുക്ക് അരുൺ സോളമൻ അവരുടെ പ്രതികരണം എടുത്താൽ നന്നായിരിക്കും. കുറച്ചധികം ആളുകളുണ്ട്. അതിഥി തൊഴിലാളികൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പുറത്തിരിക്കുന്നവരുണ്ട്. പോകാൻ പറ്റുന്നവരാണോ, യാത്രയ്ക്ക് വേണ്ടി വന്നവരാണോ എന്നറിയില്ല. മറ്റ് യാത്ര കഴിഞ്ഞ് വന്നവരും അവിടെയുണ്ട്. തമ്പാനൂരാണ് ഇങ്ങനെ പുറച്ചൊക്കെ കിടക്കുന്നത്. ഇതെങ്ങനെ തമ്പാനൂരിൽ പുറത്ത് കൊതുകടി ഉള്ളതെ കിടക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. തമ്പാനൂരിൽ എവിടെ വന്നാലും ഒരു കൊതുകടി ഉള്ളതാണ്. പക്ഷേ പുറത്തിങ്ങനെ പുറത്ത് കിടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പ്രതികരണങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ് അരുൺ സോളമൻ്റെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനി ഒന്ന് പത്തനംതിട്ടയിലോട്ട് പോകാം. പത്തനംതിട്ടയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നാളെ ഇപ്പോൾ സന്നിധാനം തുറക്കുന്ന ദിവസം കൂടിയാണ്, മാസം ആരംഭമാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് ഒഴിഞ്ഞു കിടക്കുകയാണോ? ആളുകൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇതറിയാതെ എത്തിയ പാവം മനുഷ്യരൊക്കെ ഉണ്ടാവും. നമുക്ക് ചോദിച്ചു നോക്കാം. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ. പത്തനംതിട്ടയിൽ എങ്ങനെ പണിമുടക്ക് പുരോഗമിക്കുന്നു? വിജനമാണോ പത്തനംതിട്ട ബസ് സ്റ്റാൻഡും പരിസരവും ഒക്കെ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. എൻ്റെ സമീപത്ത് ധാരാളം ചെറുപ്പക്കാരെ കാണാൻ കഴിയും. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പത്തനംതിട്ട നഗരം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരിടം കൂടിയാണ്. അവർ ഇന്ന് പണിമുടക്കാണ് എന്ന കാര്യം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അവർ കൂട്ടത്തോടെ രാവിലെ ജോലി അന്വേഷിച്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ കാറുമായി ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ അടുത്തേക്ക് അവർ ആദ്യം വന്ന് ചോദിച്ചത് ഞങ്ങൾ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യാൻ വേണം എന്നുള്ളതാണ്. കാരണം രാവിലെ അവരുടെ ഒരു പതിവ് അങ്ങനെയാണ്. വെളുപ്പിന് ഇവിടെ നഗരത്തിലേക്ക് എത്തും. അതിനുശേഷം ഇവിടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇന്ന് പണിമുടക്കായതിനാൽ അവർക്ക് ഇന്ന് പോകാൻ നിർവാഹമില്ല. അതാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നത്. പക്ഷേ ഒരു ചായ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്.
ഇന്ന് പണിമുടക്കാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇന്നൊരു ആശ്രയം ചായ കൊടുക്കാൻ. ഓക്കെ, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാം അവിടെ ഒരു കടയുണ്ട്, അംഗ്ലീഷിൻ്റെ കടയുണ്ട്. എത്ര ചായ വിറ്റു രാവിലെ? രാവിലെ ഒരു 10-20 ചായ വിറ്റുള്ളൂ. പണിമുടക്ക് എങ്ങനെയുണ്ട് രാവിലെ? നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഭയങ്കര ശക്തമായിട്ടിരിക്കുന്നു. നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ നിൽക്കുന്നത്. 100 കണക്കിനുണ്ട്, പക്ഷെ 100 കണക്കിന് എല്ലാവരും ചായ കുടിക്കാറില്ല. കുറച്ച് പേരെ കുടിക്കത്തുള്ളൂ. ഇവരൊക്കെ കുറച്ച് പേരെ കുടിക്കത്തുള്ളൂ, എല്ലാവരും കുടിക്കത്തില്ല. പിന്നെ പണിമുടക്കിനോട് അനുകൂലിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, പണിമുടക്കൊണ്ട് അനുകൂലിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 8-9 മണി വരെ കാണത്തുള്ളൂ. അങ്ങ് പോവും, കച്ചവടം നിർത്തും. ഗണേഷ് കുമാർ. എന്തായാലും ഗണേഷ് കുമാർ ചേട്ടൻ്റെ ചായ കച്ചവടത്തിന് കുറവൊന്നും വന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് പണിമുടക്കാണ്, പണിമുടക്കിനോട് താൻ സഹകരിക്കുന്നു, രാവിലെ 9 മണി വരെ തൻ്റെ പതിവ് പോലെയുള്ള ജോലി ചെയ്യുമെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന കൺവെൻഷനുകളെയും തീർത്ഥാടകരെയും ഒക്കെ ഇന്ന് ഒഴിവാക്കിയതായിട്ട് സംയുക്ത സമരസമിതി കൺവീനർ KC രാജഗോപാലൻ അറിയിച്ചിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ ഇപ്പോൾ നടക്കുകയാണ്. മാരാമൺ കൺവെൻഷനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറുകോൽപ്പുഴ കൺവെൻഷന്റെ ദീപശിഖ പ്രയാണവും ഇന്ന് നടക്കുന്നുണ്ട്. ബാഗം തൂക്കി നിൽക്കുന്നതൊക്കെ അതിഥി തൊഴിലാളികളാണോ? അവർ പണിയെടുക്കാൻ വേണ്ടി വന്നവരാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് പണിക്കിറങ്ങിയതാ, പണിമുടക്ക ദിവസവും പണിയെടുക്കാൻ വന്നവരാണോ അവര്? അതെ അരുൺ, അവർ രാവിലെ പണിയെടുക്കാൻ വേണ്ടി തന്നെ വന്നവരാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. हेलो, मेरा नाम चंदन कुमार, सर बिहार से आ रहे हैं। इधर काम हम लोग पनिकर हैं, मतलब हेल्पर, मिस्त्री हैं। हाँ हाँ, आज काम है मालूम आज बंदी था इसीलिए हम लोग को। हाँ हाँ हाँ, सुबह मालूम चला हम लोग को। हाँ, आज 7 बजे हम लोग को कल। ओके, वही तो बस भी नहीं चल रहा है, पैदल भी दूर है, हम लोग को कैसे जा सकते हैं, इसलिए सर काम नहीं है तो आज रूम पे वही क्या करेंगे। बहुत जास्ती दूर है ना, वो गाड़ी रहेगा तो जाने में अच्छा है ना, गाड़ी नहीं है तो क्या करेगा हम लोग। ओके, हाँ, ये केरला अच्छा है, मुश्किल नहीं हो, गाड़ी बंद हो जाएगा तो मुश्किल है। हाँ, नहीं तो ऐसा ठीक है, केरला अच्छा है। दूर से, उतना दूर से चल के आते हैं बिहार से, इधर काम नहीं मिलता है, हम लोग का प्रॉब्लम हो जाता है ना, खाने पीने का सब कुछ का दिक्कत। बिहार है ना, 4 रोज से आए हैं यहाँ पे, अभी तक पूरा काम नहीं मिल रहा है, इसीलिए हम लोग को काम चाहिए, डेली काम चाहिए। रोड पे अभी तो अच्छा काम चल रहा है, लेकिन बारिश नहीं हो रहा है तो अच्छा है, लेकिन बाद में हम लोग को काम पूरा चाहिए, क्योंकि 4 रोज से हम लोग गाड़ी से आए हैं इधर। ऐसा बंदी रहेगा तो हम लोग को दिक्कत है। हम लोग का बिहार का सरकार जो है ना अच्छा नहीं है, इसलिए इधर आना पड़ता है। हाँ, പല അഭിപ്രായങ്ങളാണ് അരുൺ അവർ പറയുന്നത്. കാരണം അവർ ഓരോ ദിവസത്തെയും വരുമാനം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അല്പം നിരാശയൊക്കെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ നേരത്തെ പറഞ്ഞത് ഏതായാലും ഇന്ന് പണിമുടക്കാണല്ലോ, തങ്ങളേതായാലും മടങ്ങി പോവുകയാണ്. ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ടോ അവരെന്നും കൂടി ഒന്ന് ചോദിക്കൂ പ്രവീൺ. കാരണം ഈ സമരം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കൊണ്ടുവന്നതിനെതിരെയുള്ള സമരമാണ്, തൊഴിലുറപ്പ് പദ്ധതിക്ക് ഭേദഗതികൾ വരുത്തിയതിനെതിരെയുള്ള സമരമാണ്, കാർഷിക വിരുദ്ധ നിയമങ്ങൾക്കെതിരെയുള്ള സമരമാണ്, വൈദ്യുതി നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. അപ്പോൾ അതിന് തൊഴിലാളികൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽപ്പെട്ടവരാണല്ലോ ഇവർ, അസംഘടിത തൊഴിലാളികളാണ് ഈ നിൽക്കുന്ന മനുഷ്യരെല്ലാം. അവരതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? हाँ, उसके लिए बंद है, वो बोला हम लोग को तो पता नहीं था कि आज भारत बंद है, इसलिए था कि सब हम लोग जितना बिहारी है, बंगाली है, सब यहीं चौक पे आज मिलेंगे। का बस बंद है, ये बस भी चल रही है, लेकिन हम लोग काम पे जाने के लिए बस नहीं मिल रही है, ഭാരത് ബന്ദ് हड़ताल है। പതാ നഹി എന്നാണ് അവർ പറയുന്നത്. പറയുന്നത് അവർക്ക് അതായത് എന്താണ് ഈ പണിമുടക്കിന്റെ ലക്ഷ്യം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവരുടെ കാര്യങ്ങൾ, വേതന വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹർത്താലാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒരു അവസ്ഥ ഏതാണ്? ഇത് പൂർണ്ണമായും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. പക്ഷേ പല അസംഘടിത തൊഴിലാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഈ പണിമുടക്ക് ഉണ്ടെന്നുള്ള കാര്യമോ പണിമുടക്കിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. കാര്യം അസംഘടിത തൊഴിലാളികൾക്ക് ഒന്നും അവരുടെ ചാനലൊന്നും അവർ കാണുന്നില്ല. വാർത്താ ചാനലുകളൊക്കെ കാണുകയോ പത്രങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ കുറവായിരിക്കാം. അവർക്കിതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ രാവിലെ പണിയെടുക്കാൻ വേണ്ടി വരുന്നു. ഒരു ദിവസം പണിയെടുത്താൽ 1000 രൂപ, 750 രൂപ, 900 രൂപയൊക്കെ കിട്ടും. പണി മുടക്കിയാൽ അവരെ സംബന്ധിച്ച് പണിമുടക്ക് 900 രൂപയുടെ നഷ്ടം എന്നേ അവർക്ക് അറിയുന്നുള്ളൂ. അവർക്കിത് എന്തിനു വേണ്ടിയാണ് സമരം എന്നറിയില്ല എന്നാണ് ഒരാൾ പറയുന്നത്. എന്തായാലും ഹം പണിക്കാർ ഹേ എന്നാണ് ഒരു അതിഥി തൊഴിലാളി പറഞ്ഞത്. കൊള്ളാം. അപ്പോൾ